Now invite V.E. Abdul Ghafoor, Minister Designate, to take the oath of office and oath of secrecy. കളമശ്ശേരി MLA V.E. അബ്ദുൽ ഗഫൂറാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കരുത്തനായ മുൻമന്ത്രി പി രാജീവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച് MLA ആവുന്നത്. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കൂടിയാണ് അബ്ദുൽ ഗഫൂർ. V.E. അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. V.E. അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കളമശ്ശേരി MLA V.E. അബ്ദുൽ ഗഫൂർ കേരളത്തിന്റെ മന്ത്രിയായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. മുൻമന്ത്രി V.K. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് V. അബ്ദുൽ ഗഫൂർ. ഇബ്രാഹിം കുഞ്ഞിന്റെ അതേ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇത്തവണ വിജയിക്കാൻ സാധിച്ചു. നേരത്തെ 2021 കളമശ്ശേരിയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചിരുന്നു. പക്ഷേ പി രാജീവിനോട് അദ്ദേഹം തോൽക്കുകയായിരുന്നു. പക്ഷേ 2026 അദ്ദേഹത്തിന് അതേ പി രാജീവിനെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചു. ആദ്യ മൂഴത്തിൽ തന്നെ മന്ത്രിയായി അധികാരം ഏറ്റെടുക്കുകയാണ്. ഈ നിയമസഭയിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങളിൽ ഒരാളാണ്. ആദ്യ മൂഴത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കുന്ന മറ്റൊരാൾ കൂടി എന്നുള്ള പ്രത്യേകത കൂടി V.E. അബ്ദുൽ ഗഫൂറിനുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരിൽ ഒരാൾ എന്ന നിലക്ക് കൂടിയാണ് V.E. അബ്ദുൽ ഗഫൂർ ഈ മന്ത്രിസഭയിൽ എത്തുന്നത്.